6 hours ആണ് ഒരു ഷവർമയുടെ ടൈം എന്ന് പറയുന്നത്. അതായത് വൈകുന്നേരം നമ്മളൊരു 3-4 മണിയുടെ ഇടയ്ക്കാണ് ഷവർമ കയറ്റുന്നത്. കയറ്റി കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞ ഉടനെ ഷവർമ അവിടെ ക്ലോസ് ചെയ്തോണം. 5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഷവർമ നമ്മൾ പാഴ്സൽ കൊടുക്കാൻ പാടില്ല. കാര്യം ഈ പാഴ്സൽ കൊണ്ടുപോകുന്നവൻ ഒരുപക്ഷെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേക്ക്, ഇല്ലെങ്കിൽ അവർ ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കാം. അപ്പോഴും പ്രശ്നം ഉണ്ടായാലും നമ്മുടെ തലക്കേ വരത്തുള്ളൂ, ഹോട്ടലിന്റെ തലക്കേ വരത്തുള്ളൂ. ചിക്കൻ ഇത്രയും കയറി നിൽക്കുന്നതിനകത്ത് ഇടയ്ക്കത്ത് ഒരെണ്ണത്തിനകത്ത് ഫോൾട്ട് മതി. മൊത്തത്തോടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഒരു ഹോട്ടൽ ഓണേഴ്സും ആഗ്രഹിക്കുന്നില്ല. ഇവര് പോലും അറിയാതെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം ഇരുന്നാൽ അതിനകത്തു നിന്നായിരിക്കും ഈ മൊത്തം പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സാധനത്തിന്റെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 100 മുതൽ ചില സമയത്തേക്ക് 240 ഡിഗ്രി വരെയാണ് ഇതിന്റെ പുറത്തെ ടെമ്പറേച്ചർ വരുന്നത്. ഇതിന്റെ അകത്തെ ടെമ്പറേച്ചറാണ് കോമഡി. അതും ചിൽഡ് ചിക്കനും ബീഫും ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ 35 മുതൽ 50-60 വരെ ആയിരിക്കും. ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്ക് വളരാൻ ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചറാണ്. ഈ ഷവർമ മേളിൽ നിന്ന് ചെത്തി ഇറക്കും, ഇതിങ്ങനെ ജ്യൂസായിട്ട് വെള്ളം ഒഴുകി വീഴുന്നതാണത്തില്ല, കിടിലൻ രുചിയാ. പക്ഷെ ബാക്ടീരിയയുടെ കൂടാണത്. ഈ അറബ് കൺട്രീസിൽ പോവുകയാണെങ്കിൽ താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടാകത്തില്ലേ, ആ പ്ലേറ്റിനകത്തേക്ക് ഈ വെള്ളം വന്ന് വീടിക്ക് ചിക്കുന്ന സൗണ്ട് അവിടെ കേൾക്കാം. കാര്യം അവിടെ താഴെ ബേണറുണ്ട്. നമ്മുടെ നാട്ടിലെ താഴെ അങ്ങനെ ബേണർ ഉണ്ടാവാറില്ല. കാര്യം ഞങ്ങൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഈ ചെത്തിയിടുന്ന സാധനം ആ ബേണറിന്റെ മുന്നിലോട്ട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കും. അപ്പൊ അന്നേരം ആ ഡ്രൈ ആകുന്ന കൂടുതൽ ബാക്ടീരിയ അങ്ങ് പൊക്കോളും. ഷവർമ നോക്കിയും കണ്ടുമൊക്കെ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എത്ര നന്നായിട്ട് നോക്കുന്നവരാണെങ്കിലും